ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമറുദ്ദീൻ ആയിക്കോട്ടെ പാർവതി ആയിക്കോട്ടെ രണ്ടുപേരും പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ പല്ലി കുത്തി നാറ്റിക്കുക എന്ന് പറയില്ലേ, അതേ ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ രണ്ടുപേരും കടന്നു പോകുന്നത്. കമറുദ്ദീൻ ആണെങ്കിൽ പാറുവിൻ്റെ വീട്ടുകാർ 24 മണിക്കൂർ വരുന്നതിൽ താല്പര്യമില്ല. പാറുവിനാണെങ്കിൽ താല്പര്യമുണ്ട് താനും, പക്ഷേ വരുമ്പം ഇതൊന്നും സംസാരിക്കൽ കുറയ്ക്കണമെന്ന് ഹിൻഡ് കൊടുക്കുകയാണ് പല തവണയായിട്ട്. എനിക്ക് അമ്മ വരുമ്പോൾ പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഇഷ്യൂ, അതായത് കമറുദ്ദീന് 24 hours പാറുവിൻ്റെ ഫാമിലി വരുന്നതിൽ താല്പര്യമില്ല, പക്ഷേ പാറുവിന് താല്പര്യമുണ്ട് താനും. ഈ ഇഷ്യൂ വളർന്നാണ് ഇവർ ആ പണ്ടത്തെ വാട്ടർമെലൻ സ്റ്റാർ പറഞ്ഞത് ബാഡ് ടച്ച് പാറുവിനെ ചെയ്തായിരുന്നു കമറുദ്ദീൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കമറുദ്ദീൻ എത്തിയത്. അതെനിക്ക് തോന്നുന്നു കമറുദ്ദീൻ കളിച്ച ഗെയിമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെനിക്കൊരു ട്രോമയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് ഇന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഇവിടെ എടുത്തിടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കമറുദ്ദീൻ ഇപ്പോൾ എടുത്തിട്ടത് ശരിക്കും പറഞ്ഞാൽ പാറുവിനെ കൊടുക്കാനാണ്. അന്ന് ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നിൽ നിന്ന് മാറിപ്പോണമായിരുന്നു, പക്ഷേ അതിനുശേഷം എന്നെ സ്നേഹിക്കുകയാണ് ചെയ്തത്. സോ അതുവഴി കമറുദ്ദീൻ ഇപ്പം നല്ല പിള്ളയായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു പാർവതീൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. കാര്യം ഭയങ്കര സോഫ്റ്റ് കോർണറോടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കമറുദ്ദീനായിട്ട് ആ സമയം. എന്നിട്ട് വാട്ടർമെലൻ സ്റ്റാറിനോട് പറഞ്ഞത് ഇവൻ്റെ ടച്ചിങ്സ് ഒന്നും എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അപ്പോഴേ പാറുവിന് കമറുദ്ദീനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷേ ഇത് പുറകിൽ പോയി പറയുക, അതായത് കമറുദ്ദീൻ്റെ പുറകിൽ പോയി വാട്ടർമെലൻ സ്റ്റാറിനോട് പറയുകയും വാട്ടർമെലൻ സ്റ്റാർ എന്ത് ചെയ്തു, ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ കാര്യത്തിൽ എനിക്ക് പാറു എക്സ്പോസ് ആയതുപോലെയാണ് തോന്നിയത്. എന്നിരുന്നാലും കമറുദ്ദീൻ അത്ര വെടിപ്പായിട്ടുള്ള പയ്യനൊന്നുമല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാവരുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനത്തെ ഇഷ്യൂ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നാറാൻ തുടങ്ങും. അതിനുശേഷം നോമിനേഷൻ ആയിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട്, കമറുദ്ദീൻ ഒഴികെ, ക്യാപ്റ്റൻ ഒഴികെ. സോ പാറു ഇപ്പോൾ കമറുദ്ദീനെ കെട്ടിപ്പിടിച്ചാണ് നടക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അപ്പം തന്നെ സോൾവ് ചെയ്യും. കാര്യം കമറുദ്ദീൻ്റെ വോട്ട് പാറുവിന് കിട്ടണം. ഒരു ചെറിയൊരു ഗെയിമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കമറുദ്ദീൻ്റെ വയ്യത്താല നടക്കുന്നത്. ഒരു ലവ് സ്ട്രാറ്റജി പിടിച്ചാണ് തുടങ്ങിയത്, പക്ഷേ അത് സീരിയസ് ആയി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ലവ് കണ്ടിന്യൂ ചെയ്തു പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ഡൗട്ടുണ്ട്. കാര്യം കമറുദ്ദീൻ പാറുവിനെക്കുറിച്ച് പാറു ഇല്ലാത്ത സമയത്ത് പല കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ പാറു കമറുദ്ദീനെക്കുറിച്ചും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. ഫാമിലി വീക്കിൽ ആദ്യം തന്നെ വന്നത് സാന്ദ്രേൻ്റെ ഫാമിലിയാണ്. മലയാളത്തിലുള്ളതുപോലെ തന്നെ ഫാമിലീനെ കാണണമെങ്കിൽ ഗെയിം കളിച്ചിട്ട് വരണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടൈം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. സാന്ദ്ര ഭയങ്കര ടെൻസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ 8 മിനിറ്റ് കൊണ്ട് സാന്ദ്ര ആ ഗെയിം പൂർത്തിയാക്കിയിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരിൻ്റെ കൊച്ചുങ്ങളെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല ബോളായിരുന്നു. ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് മിങ്കിളൊക്കെ ചെയ്തിട്ട് നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ പോയി. പ്രജിൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാന്ദ്ര എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതുപോലെയാണ് തോന്നിയത്. പക്ഷേ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. സോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു സ്പോയിലർ അലേർട്ട് എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. തോന്നിയത് എന്ത് വേണമെങ്കിൽ പറയാം, ടാക്ടിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം, അവർ ഗെയിം കളിക്കട്ടെ, 3 ആഴ്ച കൂടെ ഉണ്ടല്ലോ എന്നാണ് കരുതിയേക്കുന്നതാണ് എനിക്ക് തോന്നിയത്. കാര്യം പ്രജിൻ അത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോഴും ബിഗ് ബോസ് ഒന്നും പറയുന്നത് കണ്ടില്ല. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. സാന്ദ്രനോട് നന്നായി മൈൻഡ് ഗെയിം ഒക്കെ കളിക്കാൻ പറയുന്നുണ്ട്, കരയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താകുമെന്ന് കണ്ടറിയാം. ബൈ ബൈ.